ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് മലയാളത്തിൻ്റെ സ്വന്തം മമ്മൂക്ക, മലയാളത്തിൻ്റെ സ്വന്തം മമ്മൂക്ക അല്ലെങ്കിൽ കേരളത്തിൻ്റെ സ്വന്തം മമ്മൂക്കയെക്കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ്. മമ്മൂക്ക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, മലയാളത്തിൻ്റെ പ്രിയ നടൻ മമ്മൂട്ടി സാറിനെ കുറിച്ച് പറയാൻ നമുക്കറിയാൻ കഴിയും. ഈ പകരം വെക്കാനില്ലാത്ത മലയാളത്തിലൊരു മഹാനടനാണ് അത് മമ്മൂട്ടി. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം അഭിനയിച്ച സിനിമകൾ, അതിലെ കഥാപാത്രങ്ങൾ ഒക്കെ എന്നെന്നും മലയാളികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയതാണ്. അതൊക്കെ അദ്ദേഹം ഓരോ സിനിമയിൽ അഭിനയിക്കുമ്പോൾ നമുക്ക് അഭിനയിക്കുകയാണെന്ന് തോന്നുന്നില്ല, മറിച്ച് അദ്ദേഹം ആ സിനിമയിലൂടെ, ആ കഥാപാത്രത്തിലൂടെ ജീവിക്കുകയാണെന്ന് നമുക്ക് തോന്നിപ്പോകും. ശരിയല്ലേ? ശരിയാണ്, 100 വട്ടം ശരിയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, അതുപോലെ മികച്ച നടനുള്ള 2025 മികച്ച നടനുള്ള കേരള സംസ്ഥാന പുരസ്കാര ജേതാവാരെന്ന് ചോദിച്ചാൽ ആരാണ്? മമ്മൂട്ടിയാണ്. 2025 മികച്ച നടനുള്ള കേരള സംസ്ഥാന അവാർഡ് നേടിയതാർക്കാണ്? കേരള സംസ്ഥാന പുരസ്കാരം നേടിയതാരാണ്? മമ്മൂട്ടിയാണ്. അതായത് പ്രമേയുഗത്തിലുള്ള അദ്ദേഹത്തിൻ്റെ മികച്ച അഭിനയത്തെ പരിഗണിച്ചാണ്, അല്ലെങ്കിൽ അടിസ്ഥാനപ്പെടുത്തിയാണ് അദ്ദേഹത്തിന് അവാർഡ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ പ്രമേയുഗത്തിലൊക്കെ മമ്മൂട്ടി എന്ന മഹാനടൻ്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമാണ്. കാരണം വളരെ അതൊക്കെ അത്തരത്തിലുള്ള കഥാപാത്രങ്ങളൊക്കെ മമ്മൂട്ടി സാറിനല്ലാതെ മറ്റൊരാൾക്കും ചെയ്യാൻ കഴിയില്ല. അതുപോലുള്ള പെർഫോമൻസ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ തവണ കേരള സംസ്ഥാന അവാർഡ്, മികച്ച നടനുള്ള സംസ്ഥാന അവാർഡുകൾ കരസ്ഥമാക്കിയ നടൻ ആരാണ്? മമ്മൂട്ടിയാണ്. ഇയാൾ 7 തവണ അദ്ദേഹത്തിന് കേരള സംസ്ഥാന മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ സുഹൃതം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡർ ആരാണ്? മമ്മൂട്ടിയാണ്. അതുപോലെ തന്നെ അക്ഷയ പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡർ ആരാണ്? മമ്മൂട്ടിയാണ്. സുഹൃതം പദ്ധതിയുടെയും അതുപോലെ തന്നെ അക്ഷയ പദ്ധതിയുടെയും ബ്രാൻഡ് അംബാസഡർ ആരാണ്? മമ്മൂട്ടിയാണ്. മമ്മൂട്ടിയുടെ ആത്മകഥയെന്ന് പറഞ്ഞതാണ് ചമയങ്ങളില്ലാതെ